എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ന് ഞാനും മക്കൾസും മാത്രമുള്ളൊരു വീക്കെൻഡാണ്. അനീഷ് ഒരു ചെറിയ ട്രാവലിലൊക്കെ ആയിരുന്നു. ഇന്ന് രാവിലെ സേറയ്ക്ക് നെറ്റ്ബോളിൻ്റെ മാച്ച് ഉണ്ട്, സൺഡേ അതുപോലെ ഇവാന് സോക്കറിൻ്റെ മാച്ച് ഉണ്ട്. അപ്പോൾ വീക്കെൻഡ്സ് നമ്മൾ രാവിലെ എന്താണെങ്കിലും എൻഗേജ്ഡ് ആണ്. സാധാരണ അനീഷാണ് ഇതിനൊക്കെ കൊണ്ടുപോകാറുള്ളത്. ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് പോവും, പക്ഷേ നമുക്കിങ്ങനെ രാവിലെ എണീറ്റ് ചിലപ്പോൾ ഇത് ഒത്തിരി നേരത്തെ ആയിരിക്കും, 8 മണിക്കൊക്കെ ആയിരിക്കും മാച്ച്. അപ്പോൾ നമ്മൾ 7:30 ഒക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും കൂടെ അത്രയും നേരത്തെ പോകാൻ, പിന്നെ ആർക്കാണോ മാച്ച് ഇല്ലാത്തത് അവർക്ക് മടിയുണ്ടാവുമല്ലോ. അപ്പോൾ ഇന്നെന്താണെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് പോകുന്നത്. ഇന്ന് കുറച്ച് ലേറ്റായിട്ട് 10:30 ആ ഒരു സമയത്താണ്. അപ്പം ഞങ്ങൾ എണീക്കാനൊക്കെ നല്ല ലേറ്റായി, ഒരു 8:30 ഒക്കെ കഴിഞ്ഞിട്ടാണ് എല്ലാവരും എണീറ്റത്. അപ്പോൾ രാവിലെ അവക്കാഡോ സാൻഡ്വിച്ചാണ്. ഇവിടെ ഇപ്പോഴും അവക്കാഡോൻ്റെ സീസൺ ആണെന്ന് തോന്നുന്നു. നല്ല അവക്കാഡോ ആണ് കിട്ടുന്നത് കേട്ടോ. എനിക്ക് പറയുമ്പോൾ ആദ്യം പിള്ളേർക്കൊന്നും വലിയ ഇഷ്ടമില്ലായിരുന്നു, ഇപ്പോൾ ഇവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2-3 ദിവസമൊക്കെ ഇതുണ്ടാക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു കുറച്ച് വിനെഗർ, ഈ ഒരു ഓർഗാനിക് ആപ്പിൾ സിഡർ വിനെഗർ, അത് നല്ലതാണ്. അപ്പോൾ അത് നമ്മൾ മേടിക്കുമ്പോൾ ഈ വിത്ത് മദർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ അടിയിലൊരു മട്ട് പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം ഇത് യൂസ് ചെയ്യുമ്പോഴും അതൊന്നിങ്ങനെ ഷേക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ആ വിനെഗർ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ കുറച്ച് വിനെഗർ, അതുപോലെ കുറച്ച് ജീര പൗഡർ ആഡ് ചെയ്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ നമ്മുടെ സോൾട്ടും ചില്ലി പൗഡറും ചില്ലി ഫ്ലേക്സും ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ കുറച്ച് ഒനിയൻ, നമ്മുടെ സമയം പോലെ കുറച്ച് ഒനിയൻ, കുറച്ച് കൊറിയാണ്ടർ ലീവ്സൊക്കെ ആഡ് ചെയ്താൽ ഒന്നും കൂടെ ഫ്ലേവർഫുള്ളാണ്. ഞാൻ എന്തായാലും വളരെ സിമ്പിളായിട്ടാണ് ഇന്നുണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി ഉള്ളത് നമ്മൾ ഇതുപോലെ ഒരു ക്ലിംഗ് റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഫ്രഷ് ആയിട്ട് നെക്സ്റ്റ് ഡേ ഇരിക്കും. അതിൻ്റെ കളറൊന്നും അങ്ങനെ മാറാറ് പോലുമില്ല. പിന്നെ ഞാൻ എല്ലാവർക്കും ഓരോ ഓംലെറ്റും കൂടെ റെഡിയാക്കിയതാണ് കേട്ടോ. ഈ പറയുമ്പോൾ മുട്ട എല്ലാവർക്കും ഇഷ്ടമാണ്. ബോയിൽഡ് ആണെങ്കിലും ചിക്കി പൊരിക്കുകയാണെങ്കിലും ഒക്കെ എല്ലാവരും കഴിച്ചോളും. അപ്പം നമ്മളെപ്പോഴും ഈ ഒരു ഹോൾ മീൽ ബ്രെഡാണ് മിക്കവാറും മേടിക്കാറുള്ളത്. അപ്പോൾ അത് ടോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അവക്കാഡോ അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ഓംലെറ്റും കൂടെ വെച്ചിട്ട്, അപ്പോൾ ഞാൻ ഒരു സ്ലൈസ് വെച്ചിട്ടാണ് എടുക്കാറ് കേട്ടോ. കാരണം അവക്കാഡോ അത്യാവശ്യം നല്ല ഫില്ലിംഗ് ആണ്. ഞാൻ എനിക്കൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും ഞാൻ ഒരു സ്ലൈസ് എടുത്തിട്ട് ഒരു മുട്ട എക്സ്ട്രാ എടുക്കും. അപ്പോൾ നമുക്ക് രാവിലെ പറയും പോലെ നമ്മൾ അത്യാവശ്യം നല്ലൊരു പ്രോട്ടീൻ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ക്രേവിങ്സ് ഇല്ലേ, അത് കൺട്രോൾ ആകാനായിട്ട്, പിന്നെ നമുക്ക് പെട്ടെന്ന് വിശക്കില്ല. അതുപോലെ നമ്മളിപ്പോൾ എക്സ്ട്രാ പ്രോട്ടീനൊക്കെ എടുക്കുന്നവരാണെങ്കിലും അത് രാവിലെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഞാൻ മിക്കവാറും ദിവസങ്ങളിലൊരു 1-2 മുട്ട അങ്ങനെ രാവിലെ കഴിക്കാനായിട്ട് ട്രൈ ചെയ്യും. ഈവൻ ഓവർനൈറ്റ് ഓട്സ് ഒക്കെ ആണെങ്കിലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ അതും അതിൻ്റെ കൂടെ ഒരു 2 മുട്ട അങ്ങനെയൊക്കെ കഴിക്കാനായിട്ട് നോക്കും. പിന്നെ ഞാൻ ഇവർക്ക് ഇതിൻ്റെ കൂടെ പാല്, നമുക്കിവിടെ കിട്ടുന്ന ഒരു ഫുൾ ക്രീം, ഇത് ശരിക്കും പാസ്ചറൈസ്ഡ് മിൽക്കാണ്, നമുക്ക് അങ്ങനെ തന്നെ കഴിക്കാം. അപ്പോൾ ഇവർക്കിത് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു 30 സെക്കൻഡ്സ് അങ്ങനെ വാം ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇങ്ങനെ തണുപ്പായിട്ട് കുടിക്കാനും അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ഈ മക്കളൊക്കെ പാലും മുട്ടയൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ലതാണല്ലോ എന്ന് ഞാൻ വിചാരിക്കും. നമ്മൾ പണ്ട് പഠിച്ചിട്ടില്ലേ സമീകൃതാഹാരമാണെന്ന്. പക്ഷേ ഇപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ പലതരത്തിലുള്ള റിസർച്ചും ആർഗ്യുമെൻറ്റ്സും ഒക്കെയാണ്. പക്ഷേ എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു അങ്ങനെ ലാക്ടോസ് ഇൻടോളറൻസ് പോലെയുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പാല്, പ്രത്യേകിച്ച് നമ്മൾ ഈ ഓസ്ട്രേലിയയിലെ പാല് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പം ഞാൻ എന്താണെങ്കിലും ഇവർക്ക് രാവിലെയും വൈകുന്നേരവും ഓരോ കപ്പ് മിക്കവാറും കൊടുക്കും. അതുപോലെ മുട്ടയാണെങ്കിലും 1-2 മുട്ട അങ്ങനെയൊക്കെ ഒരു ദിവസം കൊടുക്കും. കാരണം നമുക്കിപ്പം എല്ലാ കാര്യങ്ങളും അത്ര കറക്റ്റായിട്ട് ഇവരുടെ ഫുഡൊന്നും എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റണമെന്നില്ല. എന്നാലും നമുക്ക് പറ്റുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ പാല്, മുട്ട, അതുപോലെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു സ്നാക്കെങ്കിലും വെജീസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് അങ്ങനെ കൊടുക്കും. അപ്പോൾ ഒരു ബ്രെയിൻ ബ്രേക്ക് എന്നാണ് ഇവിടെ സ്കൂളിൽ തന്നെ അതിന് പറയുക. അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റുന്ന പോലെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും എപ്പോഴും നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവർക്കാണെങ്കിലും ഓക്കെ ഇന്ന കാര്യങ്ങൾ ഹെൽത്തിയാണ്, ഇന്ന കാര്യങ്ങൾ ഹെൽത്തി അല്ല എന്നുള്ള ഒരു അവരുടെ ഒരു ഉപബോധ മനസ്സിലെങ്കിലും അങ്ങനെ ഒരു വിചാരം ഉണ്ടാവും. അവർ കുറച്ചുകൂടെ വലുതാവുമ്പോൾ സ്വന്തമായിട്ടൊക്കെ അവർ ഫുഡ് ചൂസ് ചെയ്യുമ്പോഴും അവർക്ക് ആ ഒരു ഇന്നത് ഹെൽത്തിയാണ്, ഇന്ന കാര്യങ്ങൾ ഹെൽത്തി അല്ല എന്നുള്ള ഒരു വിചാരം അവർക്കുണ്ടാകുന്നൊക്കെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇവരിങ്ങനെ ഭയങ്കര ഹെൽത്തിയായി ഭക്ഷണം കഴിക്കുന്നവർ അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ജങ്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഭയങ്കര സ്നാക്സ് ഒക്കെ ആണെങ്കിലും ഞാൻ വാങ്ങുന്നത് കുറച്ച് പിക്കി ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഒത്തിരി സാധനങ്ങളും ഒത്തിരി പ്രോസസ്ഡും അല്ലാതെ നമ്മുടെ സാധാരണ ബിസ്ക്കറ്റ്, റസ്ക്, അങ്ങനത്തെ കുറച്ചൊരു ബേസിക് സംഭവങ്ങളുണ്ടല്ലോ, ബ്രെഡ്, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളെ ഞാൻ അധികം മേടിക്കാറുള്ളൂ. ഒത്തിരി പ്രോസസ്ഡ് ആയിട്ടുള്ള നമുക്കൊരു 10-50 കണ്ടൻറ്റൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഐറ്റംസ് ഞാൻ പൊതുവേ മേടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ മേടിക്കും കേട്ടോ. എന്നാലും ഞാൻ റെഗുലറായിട്ട് അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു സ്നാക്ക് ഞാനങ്ങനെ മേടിക്കാറില്ല. പിന്നെ ഇവർക്കൊക്കെ കുക്കിങ്ങിലൊക്കെ കുറച്ച് താല്പര്യമുണ്ട്. അപ്പം 2 പേർക്കും ബേക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുത്ത് അവർ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, അപ്പോൾ അതിലും മൈദയും ഷുഗറുമാണ്. എന്നാലും ഞാൻ വിചാരിക്കും അതിൽ മൈദയും ഷുഗറും മാത്രമേ ഉള്ളൂ, നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിൽ അതിൻ്റെ കൂടെ വേറെ ഒരുപാട് സാധനങ്ങളും വരുന്നുണ്ട്. അപ്പം ഞാനങ്ങനെ പെട്ടെന്നൊന്ന് റെഡി ആയതാണ്. കണ്ണെഴുതി ലിപ്സ്റ്റിക് ഇട്ടു. ഈ ലിപ്സ്റ്റിക്ക് ഞാൻ എപ്പോഴും കാണിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
നമ്മുടെ എൻ്റെയൊക്കെ ഒരു സ്കിൻ ടോണിന് ഡസ്കി സ്കിന്നിന് നന്നായിട്ട് മാച്ച് ചെയ്യുന്ന പോലെ തോന്നും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കളറും കൂടെ വേണമെന്നൊക്കെ ഉള്ളപ്പോൾ നമ്മൾ അതിങ്ങനെ 2-3 കളറൊക്കെ മിക്സ് ചെയ്ത് ഇപ്പോൾ എല്ലാവരും അങ്ങനെയാണല്ലോ അല്ലേ. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ ചില ഔട്ട്ഫിറ്റൊക്കെ ഇടുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ഒരു ഫേസും അതുപോലെ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡും ഒക്കെ കുറച്ച് മാറ്റം വരും. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ നല്ലൊരു ഷെയ്ഡ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ റെഡിയായി. ഇത് ഗസ്സിൻ്റെ ഒരു പെർഫ്യൂമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഫ്ലോറൽ നല്ലൊരു ഫ്രാഗ്രൻസ് ആണ്. അപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ പൾസ് പോയിൻറ്റ്സിലൊക്കെ ഇങ്ങനെ പെർഫ്യൂം അടിക്കുമ്പോൾ അത് ലോങ് ലാസ്റ്റിംഗ് ആണ് എന്ന് പറയപ്പെടുന്നു. എന്നാലും നമ്മുടെ ഉടുപ്പിലേക്ക് അടിക്കുന്നത് നമുക്കൊരു ശീലമാണല്ലോ. അപ്പോൾ അങ്ങനെ പെർഫ്യൂമൊക്കെ വാരിപ്പൂശി. അപ്പോൾ ഇന്ന് ഈ മാച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഷോപ്പിങ്ങിനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളേക്ക് ഒത്തിരി ഷോപ്പിംഗ് അല്ലെങ്കിൽ ഒത്തിരി നടക്കാനൊക്കെ ഉള്ളപ്പോൾ ഈ ഒരു ഷൂസ് ഉണ്ടല്ലോ, ഇത് എസിക്സിൻ്റെ നോവ ബ്ലാസ്റ്റ് സീരീസിലുള്ളതാണ്. ഇത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ഷൂസാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മണിക്കൂറുകളോളം നടന്നാലും യു ഫീൽ സോ ഗുഡ്. ഇത് മേടിച്ചിട്ട് ഒരു വർഷത്തിന് മേലെയായി. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ കുറച്ച് ഓടാനൊക്കെ പോയിരുന്നു. ഇവിടെ ഒരു പാർക്ക് റൺ എന്നൊക്കെ പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനിങ്ങനെ കുറച്ച് വീക്സൊക്കെ പോയപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. അപ്പോൾ അങ്ങനെ ഷൂസ് മേടിച്ചപ്പോൾ കുറച്ചും കൂടെ നമ്മൾ ഈ നടക്കാനും ഓടാനും ഒക്കെ കുറച്ച് നല്ല ഷൂസ് അങ്ങനെ കുറേ നോക്കി അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ 2 പേരും ഇതുപോലത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വളരെ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. കാരണം ഇത് മേടിച്ചപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളങ്ങനെ നല്ലൊരു ഷൂസൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഷൂസാണ് കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ പ്ലാനൊന്നും ഇല്ലാതെ നമ്മളിങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിക്കുന്ന ദിവസങ്ങളുണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ദിവസങ്ങളിൽ ഇതിടാൻ ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പം ഞങ്ങളങ്ങനെ റെഡിയായി. നമുക്ക് ഈ ഒരു വെരിബി ഏരിയയിൽ ഈഗിൾ സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ടൊരു വലിയൊരു സ്റ്റേഡിയം ഉണ്ട്. ഇൻഡോർ സ്റ്റേഡിയമാണ്. കുറച്ച് ഔട്ട്ഡോർ കോർട്ടുമൊക്കെ ആയിട്ട് നല്ലൊരു ഫെസിലിറ്റിയാണ്. ഞാനിവിടെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ് കേട്ടോ. കാരണം കുറേ പേര് നമ്മുടെ ഈ ഒരു നെയ്ബർഹുഡിലൊക്കെ ഉള്ളവരുണ്ട്. പലർക്കും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല പുതിയതായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുവിധം എവിടെയാണെങ്കിലും നമുക്ക് ഇതുപോലത്തെ നല്ല സ്പോർട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഓസ്ട്രേലിയയിൽ പിള്ളേർക്കൊക്കെ ഒത്തിരി നല്ലതാണ്. നമുക്കവിടെ ബാഡ്മിൻ്റൺ കോർട്ടുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് ഫാമിലി ആയിട്ടൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോയി കളിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നിങ്ങളൊക്കെ നോക്കുക കേട്ടോ. അപ്പം ഞങ്ങൾ സേറനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് ചെടി മേടിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഞാനിവിടെ വന്ന സമയം തൊട്ട് വരുന്ന ഒരു നഴ്സറിയാണിത്. ഈ ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള ഇതുപോലത്തെ നഴ്സറീസ് കാണാൻ പറ്റും. അവിടെ ശരിക്കും ബണ്ണിങ്സിലേക്കാളും ഒക്കെ റീസണബിൾ പ്രൈസിന് ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് നമുക്ക് കിട്ടും. ഫ്രൂട്ട് ട്രീ ആണെങ്കിലും അതുപോലെ ഫ്ലവറിങ് പ്ലാന്റ്സ്, റോസ്, അങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ചെടികളുണ്ട്. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഞങ്ങൾ മെൽബണിൻ്റെ ഈ സൈഡിലായിരുന്നു. അവിടെ കുറേ കൂടെ വീടുകളിൽ ഇങ്ങനെ എന്താ പറയുക നല്ല റോസ് പ്ലാന്റുകളും കുറേ ചെടികളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കണ്ടിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇങ്ങനെ കുറേ ചെടികളൊക്കെ വേണമെന്ന്. പക്ഷേ നമ്മളങ്ങനെ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് നന്നായിട്ടൊരു ഗാർഡൻ കൊണ്ടുപോകുക എന്നുള്ളത് നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് തണുപ്പൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ നമുക്ക് പുറത്തിറങ്ങാനൊക്കെ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാനീ പറയും പോലെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ റോസ് പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഭയങ്കര ചെടികളെ സ്നേഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ചെടികളൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും ഒരു പ്രചോദനം തോന്നും. പിന്നെ നല്ല രസമാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ട് വളർത്തി അതിൽ പൂവും കായൊക്കെ കാണുമ്പോൾ വരുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പുള്ളിക്കാരിയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു എനിക്കൊരു ചെറിയ ചാനലൊക്കെ ഉണ്ട്, ഞാൻ വീഡിയോയിലൊക്കെ ആഡ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹേസൽ എന്നാണ് ഈ പുള്ളിക്കാരിൻ്റെ ഒരു പേര്. നമുക്ക് അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനങ്ങനെ കുറച്ച് ചെടിയൊക്കെ മേടിച്ച് സേറേനെ പിക്ക് ചെയ്ത് ഞങ്ങളിവിടെ മോളിൽ വന്നാണ്. അപ്പം ഇവർക്ക് ഞാൻ ആദ്യം തന്നെ ബബിൾ ടീ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. അപ്പോൾ ഈ മാളിൽ വരുമ്പോൾ മിക്കവാറും ഈ ഒരു സാധനം മേടിക്കും. എനിക്കും നല്ല ഇഷ്ടമാണ് അതിൻ്റെ കുറച്ച് ബബിൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെപ്പോഴും ഈ മേടിക്കുന്ന ഈ ഒരു മിൽക്ക് ടീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിച്ച് അപ്പോൾ എനിക്കിങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ചെയ്യണമെന്നുണ്ട്. ഇവർക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ ഇവരുടെ ഷോപ്പിംഗ് കഴിയുമ്പോൾ പിന്നെ ഇവർക്ക് ഭയങ്കര തിരക്കാണ്. പോണം എന്ന് പറഞ്ഞിട്ട് അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ചിലപ്പോൾ 2 പേരും കൂടി ഇങ്ങനെ കൂട്ടുകൂടി ഏതെങ്കിലും കടയിലൊക്കെ പോയി കെ-മാർട്ടിലെ ടോയ് സെക്ഷനോ അല്ലെങ്കിൽ അവിടുത്തെ ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോയി ചിലപ്പോൾ അവരിങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് 15 മിനിറ്റ്സ് കഴിഞ്ഞ് ഇന്ന സ്ഥലത്ത് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വരുമൊക്കെ ചെയ്യും കേട്ടോ. ഞാൻ ആദ്യമേ H&M ഒന്ന് കയറിയിട്ട് അപ്പോൾ ഞാനൊരു വിൻ്റർ കോട്ടില്ല ഇങ്ങനത്തെ ഒരു കോട്ട് മേടിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നോക്കിയതാണ് കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുകയാണ് ഈ കടയിലൊക്കെ നോക്കുമ്പോൾ ബ്ലാക്ക്, വൈറ്റ്, ഗ്രേ ഇതല്ലാതെ വേറൊരു കളറിൽ ഇവർക്ക് കുറച്ച് കളറുള്ള എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് കൊണ്ടുവന്നാൽ എന്താന്ന്. ഒരു ഹ്യൂജ് മജോറിറ്റി ഓഫ് ഐറ്റംസും ഇങ്ങനത്തെ ഒരു ന്യൂട്രൽ കളേഴ്സ് ഇല്ലേ അത് വെച്ചിട്ടാണ്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ഓരോ കളറ് കാണാം. നമ്മുടെ വർക്ക് വെയർ ഒക്കെ മേടിക്കാൻ വലിയ കുഴപ്പമില്ലാത്തൊരു ഷോപ്പാണ് H&M.
ഓരോ സമയം പോലെയാണ്. ചില സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഐറ്റംസ് ഒക്കെ കിട്ടും, ചില സമയം വളരെ ഡള്ളായിട്ട് തോന്നും. ഇന്ന് എന്താണെന്നറിയില്ല, ഷോപ്പിലൊക്കെ ഭയങ്കര തിരക്കുറവായിരുന്നു വീക്കെൻഡ് ആയിട്ടും. അല്ലെങ്കിൽ H&Mലൊന്നും ഇങ്ങനെ ആളില്ലാതൊന്നും കാണില്ല. ആളുകൾ സാധനം മേടിക്കുകയാണെങ്കിലും ഇല്ലെങ്കിലും ഇഷ്ടം പോലെ ആളുകളുണ്ടാവും. നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആകുമ്പോൾ ഇങ്ങനത്തെ ഒരു 2-3 ന്യൂട്രൽ ജാക്കറ്റ്സ് ഒക്കെ വേണമല്ലോ. ഇവിടെ വിൻ്ററായി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ജാക്കറ്റ്സ് ആണ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർഷവും 1-2 ഒക്കെ മേടിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് വർഷമാകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു കളക്ഷനാവും. ഞാനിതിങ്ങനെ ഇട്ട് നോക്കിയപ്പോൾ എനിക്കൊരു ഒട്ടൊരു ഷേപ്പില്ലാത്ത പോലെ തോന്നി. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ മേടിച്ചൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം കുറേ നല്ല ജാക്കറ്റ്സും ബ്ലേസറും സ്വെറ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് നോക്കിയപ്പോൾ അങ്ങനെ ഒട്ടും തിരക്കൊന്നും ഇല്ലായിരുന്നു. ഒത്തിരി ആയില്ലേ ഇങ്ങനെ നമ്മൾ ഒരു ഷോപ്പിലൊക്കെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കിട്ടിയ ഒരു അവസരമാണല്ലോ, അതുകൊണ്ട് ഞാനങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. ഇങ്ങനെ ഈ ഒരു സൈഡിൽ കുറച്ച് നല്ല കളർഫുള്ളായിട്ടുള്ള ബ്ലേസറും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കും നമ്മളിങ്ങനെ ഒരു വാർഡ്രോബ് നമ്മൾ പതുക്കെ ബിൽഡ് ചെയ്യുമല്ലോ. നമുക്ക് ആദ്യം ഒരു ബ്ലാക്ക്, ഗ്രേ, അതൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ മെറൂൺ, കുറച്ചുകൂടെ കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് അല്ലേ. അപ്പോൾ അങ്ങനെ ഓരോന്നിങ്ങനെ പതുക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. കാരണം ഇതൊക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. നമ്മൾ ഒറ്റയടിക്ക് 5-6 ജാക്കറ്റൊക്കെ മേടിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ സീസണിലും 1-2 നല്ല ഐറ്റംസൊക്കെ മേടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇവിടെ യൂണിക്ലോ, എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ യൂണിക്ലോ. ഇവിടെ നമുക്ക് നല്ല ബേസിക് ടോപ്സ്, ടീഷർട്ട് അതൊക്കെ കിട്ടും. നല്ല റീസണബിൾ ആണ്, നല്ല ക്വാളിറ്റിയാണ്. സാധാരണ ബേസിക് ടീഷർട്ട്സില്ലേ, ലോങ് സ്ലീവും ഷോർട്ട് സ്ലീവും ഒക്കെ, അതങ്ങനെ ഒരുവിധം എല്ലാ കളറിലും ഇവിടെ കിട്ടും. അപ്പോൾ നമുക്കങ്ങനെ സിമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് നല്ലൊരു ഫോർമൽ പാൻസും ടീഷർട്ടും അതിൻ്റെ പുറത്തൊരു ബ്ലേസറും അങ്ങനെയൊക്കെ ഇട്ട് സ്റ്റൈൽ ചെയ്യുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയാണ്. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ 2-3 ടീഷർട്ട് ഉണ്ട്, ഒരു കുഴപ്പമില്ല, നമ്മൾ എത്ര പ്രാവശ്യം കഴുകിയാലും അതുപോലെ ഉണ്ടാവും. പിന്നെ പലതരത്തിലുള്ള ജാക്കറ്റ്സ്, കുറേ വെറൈറ്റി ഓഫ് ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, ഇതിന് ഓരോന്നിനും ഓരോ പേരുണ്ട്, എനിക്കതിൻ്റെ ഒന്നും പേരറിയില്ല. പക്ഷേ കുറേ വെറൈറ്റി ഓഫ് ജാക്കറ്റ്സും പല കളറിലും പല തരത്തിലുള്ളതൊക്കെ ഇവിടെ കാണാറുണ്ട്. അത്യാവശ്യം ഒരു റീസണബിളുമാണ് കേട്ടോ. ഒരു 70, 80, 100 ഉള്ളിലൊക്കെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനിവിടെ നിന്നൊന്നും മേടിച്ചില്ല കേട്ടോ. പിന്നെ റെബലിൽ പോയി. റെബലിൽ പറയും പോലെ സ്പോർട്സ് റിലേറ്റഡ് സംഭവങ്ങളുടെ ഒരുവിധപ്പെട്ട എല്ലാ സാധനങ്ങളും കിട്ടും. ഇവന് കുറച്ച് അവൻ്റെ സോക്കറിൻ്റെ സോക്സും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. വർക്കൗട്ട് റിലേറ്റഡ് സംഭവങ്ങൾ, ഇതുപോലത്തെ വെയ്റ്റ്സ്, ഈ വെയ്റ്റ്സ് ഒക്കെ നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും നല്ലത്. നല്ല പൈസയാണ് ഈ വെയ്റ്റ്സിനൊക്കെ. അതുപോലെ നമ്മുടെ ഈ ഒരു ട്രെഡ്മില്ല്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ഇതൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വിചാരിക്കും നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. പിന്നെ ഇതുപോലത്തെ ഈ ഫുട്ടിൻ്റെയും ഫുട്ബോളിൻ്റെയും ഒക്കെ ബോള്, ഇത് സോക്കർ ഷൂസാണ് കേട്ടോ. അപ്പോൾ സോക്കറിന് ഇതുപോലെ സ്പൈക്കുള്ള ഷൂസ് അല്ലേ, അപ്പോൾ അതൊക്കെ മിക്കവാറും ഇവിടെ നിന്നാണ് മേടിക്കാറുള്ളത്. പിന്നെ നമ്മുടെ സാധാരണ കാഷ്വൽ ഷൂസിൻ്റെ വലിയ മോശമില്ലാത്തൊരു കളക്ഷൻ ഉണ്ട്. ഷൂസ് മേടിക്കാൻ ശരിക്കും നല്ലത് ഡീഫോയിൽ പോകുന്നതാണ്. അവിടെ എപ്പോഴും നല്ല ഡിസ്കൗണ്ടും ഉണ്ടാവും, ഒരുപാട് ചോയ്സസ് ഉണ്ടാവും. പിന്നെ റബലിൽ നമ്മുടെ ഈ ഒരു വർക്കൗട്ടിനുള്ള ലെഗിങ്സും ടീഷർട്ടും അങ്ങനത്തെ കാര്യങ്ങളുടെയൊക്കെ നല്ല കളക്ഷൻ ഉണ്ട്. അത്യാവശ്യം നല്ല കത്തിയാണ്. ഈ ബ്ലാക്ക് ഫ്രൈഡേയോ എന്തെങ്കിലുമൊക്കെ സെയിലൊക്കെ വരുമ്പോൾ 2 അധികം മേടിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇതാണ് നമ്മുടെ ഫാൻസി സ്റ്റോർ എന്ന് ഞാൻ പറയും കേട്ടോ, ലൊവീസ. വലിയ കുഴപ്പമില്ലാതെ ഒരു റീസണബിൾ പ്രൈസിൽ നമ്മുടെ ലക്കും കൂടെ ഒത്തു വരികയാണെങ്കിൽ നല്ല സാധനങ്ങൾ കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അത്രയൊരു വെറൈറ്റി ഓഫ് ചോയ്സ് ഒന്നും എന്താ പറയുക, അതിൻ്റെ 10-1 പോലും ഇവിടെ ഒന്നും ഇല്ല. അതിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണെങ്കിലും ഡ്രസ്സാണെങ്കിലും ഒക്കെ അതെ. പിന്നെ നമ്മുടെ ജാക്കറ്റ്സ്, വിൻ്റർ ജാക്കറ്റ്സ് എന്ന് പറയുമ്പം അതിവിടെ മാത്രമുള്ളൊരു സംഭവമാണല്ലോ, അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും കേട്ടോ. വലിയ കുഴപ്പമില്ല. എന്നാലും നമ്മുടെ നാട്ടിലിപ്പോൾ ഈ ഓൺലൈനും അതുപോലെ ഈവൻ ഷോപ്സിലൊക്കെ ആണെങ്കിലും എന്തോരം വെറൈറ്റി ആണല്ലേ ഇവിടെ. ഓക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ പോയാൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോകും. കാരണം നമുക്കൊന്നും കിട്ടില്ല നമ്മുടെ ഒരു ഇഷ്ടത്തിനുള്ളത്. പിന്നെ ഇതൊരു സ്പെൻഡ്ലെസ് ഷൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ ഷൂസും സാൻഡിൽസും ഒക്കെ കിട്ടുന്ന കടയാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ നിന്ന് ചിലപ്പോൾ പിള്ളേർക്കൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ മേടിക്കാറുണ്ട് കേട്ടോ. കാരണം അവരുടെയൊക്കെ ഇങ്ങനെ പെട്ടെന്ന് വലുതാകുമല്ലോ കാലൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ സേറയ്ക്ക് ഇങ്ങനത്തെ സാൻഡിൽസോ അല്ലെങ്കിൽ ഷൂസോ ബൂട്ട്സോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇടയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ മേടിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ, പക്ഷേ ഇവിടെ നിന്ന് ഇപ്രാവശ്യം ഒന്നും മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുസ്മാൻ വൈ ഗോമസ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്സിക്കൻ റെസ്റ്റോറൻ്റാണ്. നമുക്കിവിടുത്തെ ഫുഡ് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ വരുമ്പം എപ്പോഴും പുറത്തുനിന്ന് കഴിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ കഴിക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇവർക്കും മഗ്ഡീനേക്കാളൊക്കെ ഇഷ്ടം ഇങ്ങനത്തെയാണ്. അപ്പം ഞങ്ങളങ്ങനെ അവിടെ കയറി ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒന്ന് മായറിലും കൂടെ കയറിയതാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കളക്ഷൻ ഉള്ളത് ഇപ്പോൾ മായറിലാണ്. കോട്ടും ജാക്കറ്റും ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റിയും ഒരുപാട് കളറും ഒക്കെ ഉണ്ട്. പലതും അത്യാവശ്യം നല്ല കത്തിയാണ്. പിന്നെ ചില ബ്രാൻഡൊക്കെ
ഡിസ്കൗണ്ടിലുണ്ട്. ഒരു 150, 200 ആ ഒരു റേഞ്ചിലാണ്. അതുപോലെ നമ്മുടെ ഓഫീസ് വെയർ ടോപ്സും പാൻസും ഒക്കെ അത്യാവശ്യം നല്ലൊരു കളക്ഷൻ എപ്പോഴും കാണാറുള്ളത് മായറിലാണ്. കണ്ടോ, പല പല വെറൈറ്റി ഓഫ് കളേഴ്സ്. ഇവിടെ എന്താ ആളുകൾക്ക് കളർ അത്ര ഇഷ്ടമില്ലാത്തതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. നമ്മൾ സിറ്റിയിലൊക്കെ പോവുകയാണെങ്കിലും അധികം ഈ ഒരു ന്യൂട്രൽ, നമ്മളിങ്ങനെ ട്രെയിനൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്നു പോകുമ്പം എല്ലാവരും തന്നെ ഒരു ബ്ലാക്ക്, ഗ്രേ, ഓഫ് വൈറ്റ് ആ ഒരു കളറിലുള്ള ഡ്രസ്സുകളാണ് അധികവും. ഞാൻ വിചാരിക്കും ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചൊക്കെ ചെയ്യാൻ നല്ല എളുപ്പമായതുകൊണ്ടും അറിയത്തില്ല, ഇവിടെ എല്ലാവരും ഒരു മിനിമൽ വാർഡ്രോബ് കോൺസെപ്റ്റിലൊക്കെയാണോ ഇവിടുത്തുകാർ ജീവിക്കുന്നതെന്നും എനിക്കറിയില്ല. അതുപോലെ നമുക്ക് വർക്ക് വെയർ ഷോപ്പ് ചെയ്യാൻ നല്ല 2 ഷോപ്സാണ്, പോർട്ട്മാനും ജാക്വിയും. ടോപ്സും അതുപോലെ ജാക്കറ്റ്സ്, കോട്ടൊക്കെ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ നല്ല കളക്ഷൻ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ ആദ്യമായിട്ടൊക്കെ വരുമ്പം നല്ലൊരു സ്ഥലം എന്ന് പറയുന്നത് ടാർഗറ്റും അതുപോലെ ഹാരിസ് സ്കാർഫും ആണ്. അവിടെയും അത്യാവശ്യം റീസണബിൾ പ്രൈസിൽ വലിയ കുഴപ്പമില്ലാത്ത ഐറ്റംസ് ഒക്കെ കാണാറുണ്ട് കേട്ടോ. ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ ഒരു വൈകുന്നേരമൊക്കെ ആയി. ഡിന്നറിന് എന്തെങ്കിലും ലൈറ്റായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഒരു ക്യാനിൽ കിട്ടുന്ന ചന, കിഡ്നി ബീൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനിതെപ്പോഴും മേടിച്ച് സ്റ്റോർ ചെയ്യും. നമുക്കിങ്ങനെ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പം പെട്ടെന്ന് ഇതുകൊണ്ട് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് സാലഡാണ്. നമ്മുടെ അടുത്ത് മിക്കവാറും ക്യൂക്കുംബറോ ക്യാരറ്റോ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ. ഇനിയിപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് ഒരു കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിലും നല്ല എളുപ്പമല്ലേ. ഞാനിത് എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ ഞാനിത് ഇതുപോലൊരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്നിങ്ങനെ കഴുകിയെടുക്കും. ഇത് ക്യാനിൽ എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. കാരണം അതിൻ്റെ ഒരു പാക്കേജിങ് മെത്തേഡ് കൊണ്ടാണ്, വാക്വം സീലിംഗ് എന്ന് പറയില്ലേ. അപ്പോൾ അത് കേടാവില്ല. പക്ഷേ നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ലൈക്ക് 2-3 ദിവസത്തിനുള്ളിൽ നമ്മളത് ഉപയോഗിച്ച് തീർക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീസ് ചെയ്യാം. അതുപോലെ ഇത് വളരെ ഇൻഎക്സ്പെൻസീവ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു $1.50, $2 ആ ഒരു പ്രൈസിനാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ വരുന്നത്. ഞാൻ പണ്ടൊക്കെ ഈ ചനയൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതിനേക്കാളും എത്രയോ എളുപ്പമാണ് നമ്മളിതിങ്ങനെ മേടിച്ച് വെക്കുന്നത്. ഒരു ക്യാൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഞങ്ങൾ 2 പേരുള്ളപ്പോഴാണെങ്കിൽ നമുക്ക് ഒരു നേരത്തേക്കുള്ള അത്രേ ഉണ്ടാവുള്ളൂ. ഇതൊന്നിനി നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ വെജിറ്റബിൾസ് ആണോ അവൈലബിൾ അതൊക്കെ ആഡ് ചെയ്യാം. ഈ പറയുമ്പോൾ ക്യൂക്കുംബറും ക്യാരറ്റും മിക്കവാറും ഉണ്ടാകും. അപ്പോൾ ഞാൻ അത് 2 ഇടുന്നുണ്ട്. കുറച്ച് ഒനിയൻ ഇടും, കുറച്ച് മല്ലിച്ചപ്പ്, അതുപോലെ നമ്മുടെ ആപ്പിൾ സൈഡർ വിനെഗർ. നമ്മൾ ഈ സാലഡ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒന്നുകിൽ ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ ആപ്പിൾ സൈഡർ വിനാഗിരി പൊതുവേ നല്ലതാണെന്നാണ് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഡൈജഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഞാൻ കുറച്ച് ഒനിയൻ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒനിയൻ ഞാൻ വളരെ കുറച്ച് ആഡ് ചെയ്യുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ അതിൽ കടിക്കുമ്പോൾ ഒരു രസം, അത്രയേ ഉള്ളൂ. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക, മിക്സ് ചെയ്യുക. കുറച്ച് ചില്ലി ഫ്ലേക്സും ഉപ്പ്, നമുക്ക് ഈ ഒരു ക്യാനിൽ ഓൾറെഡി അതിന് ചെറുതായിട്ട് സോൾട്ടഡ് ആണത്. അപ്പോൾ അതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇത് നല്ലൊരു ഹെൽത്തി ആൻഡ് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു സാലഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ സാലഡ് കഴിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളിൽ അധികം പേരും ഒരു ഹെൽത്ത് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇത് കഴിച്ചു തുടങ്ങുന്നത്, അല്ലാതെ നമ്മുടെ ചോറും കറിയിനേക്കാളും ടേസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കറി കൂടെ ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാറാണ് പതിവ്. പക്ഷേ സമയമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു കടലക്കറിയോ അല്ലെങ്കിൽ ചിക്കൻ ആണെങ്കിലും കറിയാക്കി വെക്കുകയാണെങ്കിൽ ഈ സാലഡിൻ്റെ കൂടെ കഴിക്കാൻ ഒന്നും കൂടി ടേസ്റ്റാണ്. മക്കൾക്ക് റൈസും പനീറും കൊടുത്തു കേട്ടോ. ഇതായിരുന്നു നമ്മുടെ ഡിന്നർ. ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ സങ്കടങ്ങൾ പറയായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ഈ റീസെൻ്റ്ലി ഏറ്റവും കുറവ് വ്യൂസ് കിട്ടിയത് കഴിഞ്ഞ 2 വീഡിയോസിനാണ്. എന്താണെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.